ഹലോ, ഞാൻ നിങ്ങളുടെ ഷാലു വിനു. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെയായിട്ട് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇപ്പോൾ പുതിയതായിട്ടിരുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ പറഞ്ഞ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒന്നാണ്. കണ്ണെഴുതുന്നത് എങ്ങനെയാണ് ചേച്ചി എന്നൊന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ എന്ന്. നമുക്ക് കണ്ണെഴുതാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ? നമ്മളൊക്കെ ചെറുതിലേ മുതലേ കണ്ണെഴുതി ശീലിച്ചവരാണ്. പക്ഷെ ഓരോരുത്തരും ഓരോ ശൈലിയിലായിരിക്കും എഴുതുന്നത്. അപ്പൊ ചിലർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ ഇന്ന് ഞാൻ 3 വ്യത്യസ്ത രീതിയിൽ എങ്ങനെയൊക്കെ കണ്ണെഴുതാം എന്നാണ് കാണിച്ചു തരുന്നത് ഈ വീഡിയോയില്. 3 അറ്റാറിന്റെ കൂടെ എങ്ങനെ നമുക്കത് പ്രോപ്പറായിട്ട് മാച്ച് ആയിട്ട് കണ്ണെഴുതാം എന്നുള്ളത്. ആദ്യത്തേത്, നമ്മൾ നോർമലി പുറത്തൊക്കെ പോകുന്ന സമയത്ത് കാഷ്വൽ വെയറിന്റെ കൂടെ എങ്ങനെയാണ് കണ്ണെഴുതി പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ, ഡെയിലി ഇപ്പം കോളേജിലായാലും സ്കൂളിലായാലും ഓഫീസിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എങ്ങനെ കണ്ണെഴുതി പോകാം എന്നുള്ളത്. 2 മോഡേൺ ഡ്രസ്സസിന്റെ കൂടെ, ഷോർട്ട് ഡ്രസ്സസ് ആയിക്കോട്ടെ, മാക്സി ഡ്രസ്സസ് ആയിക്കോട്ടെ, ജീൻസും ടോപ്പും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഡ്രസ്സസിന്റെ കൂടെ ഏത് രീതിയിലുള്ള കണ്ണെഴുത്താണ് മാച്ച് ആവുന്നതെന്നാണ് രണ്ടാമത്തേത് കാണിക്കുന്നത്. മൂന്നാമത്തേത്, നമ്മുടെ കേരളീയരുടെ സ്വന്തം ട്രഡീഷണൽ രീതിയിൽ നമ്മൾ സാരി ഉടുക്കുമ്പോഴായാലും ധാവണി ഇടുമ്പോഴായാലും കുർത്തിയൊക്കെ ഇടുവാണെങ്കിലും ഏത് രീതിയിൽ നമുക്ക് പ്രോപ്പറായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ കണ്ണെഴുതാം എന്നുള്ളതാണ് മൂന്നാമത്തേത്. അപ്പൊ ഈ 3 വീഡിയോസും 3 രീതിയിൽ ഞാൻ എഴുതുന്നതും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സിലാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടിപ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ കമന്റ് ചെയ്യണം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ലൈഫ് സ്റ്റൈൽ ആയാലോ അല്ലെങ്കിൽ മേക്കപ്പിന്റെ കാര്യങ്ങളോ, ഇവിടെയുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ, റെസിപ്പീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ അതെല്ലാം നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ എങ്ങനെയാണ് ഭംഗിയായിട്ട് കണ്ണെഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ണൊക്കെ എഴുതിയത് കുറച്ച് അടുത്തോട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് അടുത്ത് വന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ണ് എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ആദ്യം തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ക്രീം ആയാലും മോയ്സ്ചറൈസർ ആയാലും എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ കണ്ണിന് ചുറ്റും നമ്മുടെ ചൂണ്ടുവിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഒരു 4-5 തവണ കൊടുക്കുക. അപ്പം നമ്മുടെ കണ്ണിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പം നമുക്ക് കണ്ണ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ഇനിയിപ്പോൾ പാർട്ടിക്ക് വല്ലതും പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ ഫ്രീസറിൽ നിന്ന് ഒരു 2 ഐസ് ക്യൂബ്സ് എടുത്തിട്ട് കണ്ണിന് മുകളിലായിട്ട് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാലും നമ്മുടെ കണ്ണിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് കുറേ നേരം നമുക്ക് കണ്ണ് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ട് നമുക്കിരിക്കും. അതേപോലെ തന്നെ കണ്ണെഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കണ്ണിനോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഐബ്രോസ്. നമ്മൾ ഈ ഐബ്രോസും നല്ലതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് എഴുതി വെച്ചെങ്കിൽ മാത്രമേ കണ്ണെഴുതുന്നതിന് ആ ഒരു ഭംഗി കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ ഐ ഷാഡോസൊക്കെ കുറച്ച് ലൈറ്റ് കളേഴ്സൊക്കെയാണ് നമ്മൾ നോർമലി കാഷ്വലായിട്ടുള്ള എന്തെങ്കിലും ഇതിന് പോവുകയാണെന്നുണ്ടെങ്കിലോ, പാർട്ടിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളത് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി യൂസ് ആണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാഷ്വൽ ആയിട്ടുള്ള വെയറാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതേപോലെ ലൈറ്റ് കളർ ഐ ഷാഡോസ് മതിയാവും. അതും ഒന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ മഴയൊക്കെയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് ഐലൈനർ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഐ പെൻസിലും നമുക്ക് വാട്ടർ പ്രൂഫ് വരുന്നുണ്ട്, മസ്കാരയും വാട്ടർ പ്രൂഫ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം. വേറെന്താണ്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ മേക്കപ്പ് ഇടുന്നത് പോലെ തന്നെ നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഐ മേക്കപ്പൊക്കെ നല്ലതുപോലെ റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നായാലും കണ്ണിന് ചുറ്റിനും ഒക്കെ ആയാലും എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയുള്ളൂ. ഡിസ്കളറേഷനൊന്നും വരില്ല. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. കർക്ക്ലാൻഡിൻ്റെ മേക്കപ്പ് വൈപ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മേക്കപ്പ് വൈപ്സ് വേണമെങ്കിലും എടുക്കാം. ഒരു 2-3 ബഡ്സ് എടുക്കണം.
പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഐലൈനർ ഫേസസിൻ്റെയാണ്. ഫേസസിൻ്റെ അൾടൈം പ്രോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എനിക്ക് ലാക്മേയുടെ വാട്ടർ പ്രൂഫ് ഐലൈനറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഐ പെൻസിൽ ലാക്മേയുടെ ഐക്കോണിക് ആണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഐ പെൻസിലാണ്. പിന്നെ ഞാനിവിടെ നിങ്ങൾക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 മസ്കാര കാണിച്ചു തരാം. ലോറിയൽ ലാഷ് പാരഡൈസിൻ്റെ ഫേവറേറ്റ് ആണ്. അതേപോലെ തന്നെ മേബിലിൻ്റെ ക്ലോസിലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മസ്കാരയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഡെയിലി വെയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡെയിലി നമുക്ക് സ്കൂളിലോ കോളേജിലോ ജോലിക്കോ ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണെഴുതാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മുകളിൽ എഴുതാം. കണ്ണിൻ്റെ മുകളിലത്തെ ഭാഗത്ത് പകുതിയിൽ നിന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പകുതി മുതൽ നമ്മുടെ കണ്ണിൻ്റെ ലാസ്റ്റ് വരെ നമുക്കൊന്ന് ഫസ്റ്റ് ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ മുകളിൽ എഴുതിയാലും താഴെ എഴുതിയാലും ഒരു ലൈൻ മാത്രം ഇട്ട് കൊടുത്തിട്ട് പിന്നീട് അത് കുറച്ചുകൂടെ വലിയതായിട്ട് എഴുതിയാൽ മതിയാവും. അപ്പം നമുക്ക് എഴുതുന്നതൊക്കെ തെറ്റില്ല. നമ്മൾ ഡെയിലി ഉള്ള ഇതായതുകൊണ്ട് ഒരുപാട് ഞാൻ കണ്ണ് നീട്ടി എഴുതുന്നില്ല. ജസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് അറ്റത്ത് വരെ ഒന്ന് നമ്മൾ ഈ ഐലൈനർ എത്തിച്ചാൽ മതിയാവും. ഞാൻ എപ്പോഴും ഈ കണ്ണെഴുതുമ്പോൾ ജസ്റ്റ് കണ്ണിൻ്റെ സൈഡിൽ ഇങ്ങനെയൊന്ന് വലിച്ചു പിടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എഴുതാൻ പറ്റും. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ പകുതിക്ക് തുടങ്ങിയില്ലേ അവിടെ വരെ ഒന്ന് ജസ്റ്റ് അതൊന്ന് എഴുതി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുഴുവനായിട്ട് ആ കണ്ണൊന്ന് എഴുതാം. ഇനിയിപ്പോൾ നമുക്ക് എഴുതിയാലും താഴെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഗ്യാപ്പ് ഉണ്ടാവും നമ്മുടെ കൺപീലി സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത്. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക, പിന്നെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട്. അതാണ് ശരിക്കും ലോജിക്ക് നമ്മളുടേത്. ഇനി നമുക്ക് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് മാത്രം ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കാം. നമ്മൾ ഒരുപാട് എഴുതുന്നില്ല. സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് മാത്രം ഇതേപോലെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി എവിടെയെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ഐലൈനർ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. എപ്പോഴും കണ്ണിൻ്റെ ലാസ്റ്റ് നമ്മളെ വാൽ എഴുതുന്നിടത്ത് എൻഡിലൊക്കെ ഫില്ല് ചെയ്യാനുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവിടെയൊക്കെ എപ്പോഴും ഫില്ല് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് അടുത്ത കണ്ണും എഴുതാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമുക്കൊന്ന് കണ്ണിൻ്റെ സൈഡിലൊന്ന് വലിച്ചു പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചാൽ മതിയാവും കേട്ടോ. നമുക്ക് നടുവിൽ നിന്ന് എഴുതി തുടങ്ങാം. എന്നിട്ട് ലാസ്റ്റിൽ കൊണ്ട് ചെറുതായിട്ടൊരു വാല് പോലെ, വാലെന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് കൊണ്ട് നമ്മളത് നിർത്തണം. അതിനുശേഷം അതിൻ്റെ അറ്റത്തുനിന്ന് തന്നെ താഴെയും അതൊന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. നമ്മൾ കണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് സൈഡ് മുതൽ ലെഫ്റ്റ് സൈഡ് വരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡ് നമ്മൾ മുകളിൽ എഴുതുന്നത് പോലെ തന്നെ താഴെയും ചെറുതായിട്ടൊന്ന് നമ്മൾ ഒരു ലൈൻ ഇടുന്നുണ്ട്. അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ കുറച്ചുകൂടെ വലുപ്പം തോന്നിക്കും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ലൈറ്റ് കളറിൽ ഒരു ഐ ഷാഡോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ 2 കണ്ണിൻ്റെ ഐലൈനർ എഴുതി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇനി നമുക്ക് ലോറിയലിൻ്റെ ലാഷ് പാരഡൈസും മേബിലൈൻ്റെ കൊളോസൽ മസ്കാരയും ഇടാം. ഞാനിത് 2 ഇടാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉള്ള ഏത് മസ്കാര വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി മസ്കാര ഇടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് മുകളിലേക്കും താഴേക്കും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ
2 കൺപീലിക്കും നടുവിലായിട്ട് ഈ മസ്കാര വെക്കണം. അതിനുശേഷം കണ്ണൊന്ന് അടച്ചിട്ട് നമ്മൾ കൈ മുമ്പോട്ടും പുറകോട്ടും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വരും. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനായിട്ട് നമ്മുടെ എല്ലാ കൺപീലിയിലും ഈ മസ്കാര എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് മുകളിലത്തെയും താഴത്തെയും കൺപീലി ഇതേപോലെ തന്നെ മസ്കാര ഫില്ല് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് വേണം മസ്കാര ഇട്ട് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ മസ്കാര ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും സൈഡിലുള്ള നമ്മുടെ കണ്ണിൻ്റെ 2 സൈഡിലുള്ള കൺപീലി നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ 2 സൈഡിൽ നമ്മൾ നല്ലതുപോലെ മസ്കാര ഒന്ന് ഇട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലാഷസ് നല്ലപോലെ കാണാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ഫേക്ക് ലാഷസ് ഒന്നും എവിടെയും യൂസ് ചെയ്യാറില്ല. ഇതേപോലെ തന്നെ 1-2 ബ്രാൻഡിൻ്റെ മസ്കാര 2 തവണയും ഇട്ട് കഴിഞ്ഞാൽ മതിയാവും. നമുക്ക് നല്ല കട്ടിയിൽ ലാഷസ് വരും. ഇനി ഇതേപോലെ ബാക്കിയുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ടച്ച് ചെയ്ത് വിട്ടാൽ മതിയാവും. ആദ്യം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മസ്കാര കൺപീലിയുടെ നടുവിലായിട്ട് വെച്ചിട്ട് നമ്മൾ കണ്ണൊന്ന് അടയ്ക്കണം. അപ്പോൾ അതിന് നടുവിലായിട്ട് ടൈറ്റായിട്ട് ആ മസ്കാര ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യണം, സൈഡിലോട്ടും മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും മസ്കാര എത്തും. ബാക്കിയുള്ള ഭാഗത്ത് അതായത് നമ്മൾ കണ്ണിൻ്റെ 2 സൈഡിലുള്ള തുടങ്ങുന്നിടത്തും നമ്മൾ അവസാനിക്കുന്നിടത്തും 2 പീലിയും ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറക്കരുത്. അവിടെയും നല്ലതുപോലെ മസ്കാര നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി ഐലൈനർ മസ്കാരയോ എവിടെയെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ബഡ്സ് വെച്ച് ക്ലീൻ ചെയ്യാം. അതാണ് ഈ ബഡ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്. അത്രയേ ഉള്ളൂ. നമ്മുടെ കാഷ്വൽ ലുക്ക് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഡെയിലിയൊക്കെ പെട്ടെന്ന് തന്നെ ഇതേപോലെ കണ്ണെഴുതി സുന്ദരിയായിട്ട് പുറത്തു പോകാൻ പറ്റും. ഇനി നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ്, ഇത് നമ്മൾ മോഡേൺ ഡ്രസ്സസൊക്കെ ഇടുമ്പോൾ ചെയ്യുന്നതാണ്. ആദ്യം ഞാൻ പറഞ്ഞ അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യുക. കണ്ണെഴുതിയിട്ട് മുകൾ ഭാഗം എഴുതിയിട്ട് ഇതേപോലെ നമ്മൾ മസ്കാര ഇടുക. അതിനുശേഷം നമുക്ക് താഴത്തെ ഭാഗം എഴുതണം. നമ്മൾ താഴെ ജസ്റ്റ് ഇതേപോലെ തന്നെ നമ്മളൊരു ഫിംഗർ വെച്ചിട്ട് താഴത്തെ ഭാഗം ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഉള്ളിൽ ഒന്ന് എഴുതണം. ഉള്ളിലെ ഔട്ടർ ലെയറിൽ വേണം എഴുതാനായിട്ട്. ഒരുപാട് ഉള്ളിലേക്ക് പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് കട്ടിയിൽ എഴുതേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മളുടെ കണ്ണിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡും നമ്മൾ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടെ എത്താതെ ഒരു ഫിനിഷിംഗ് ഇല്ലാതെ പോകും. ഈ ഐ പെൻസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിലും അതേപോലെ തന്നെ എൻഡിലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് പടർന്ന് എവിടെയെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ ബഡ്സ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അപ്പം തന്നെ കൊടുക്കുക. ഇനി നമ്മളിങ്ങനെ ഈ മോഡേൺ ഡ്രസ്സസൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കണ്ണിൻ്റെ താഴ്ഭാഗം മുഴുവനായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ എഴുതിയാലും നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മോഡേൺ ഡ്രസ്സസൊക്കെ എഴുതുമ്പോൾ താഴ്ഭാഗത്ത് നടുവിൽ നിന്ന് എൻഡ് വരെ മാത്രം ജസ്റ്റ് ഞാൻ താഴെയൊന്ന് പുറത്തൊന്ന് എഴുതി കൊടുക്കും. ഉള്ളിലും മുഴുവനായിട്ട് എഴുതും. അപ്പോഴേ കണ്ണിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഭംഗി വരുള്ളൂ, ആ ഫിനിഷിങ് വരുള്ളൂ. അതിനുശേഷം നടുവിൽ നിന്ന് താഴ്ഭാഗത്ത് നടുവിൽ നിന്ന് എൻഡ് വരെ കുറച്ച് കട്ടിക്കൊന്ന് എഴുതി കൊടുക്കണം. ഇതേപോലെ തന്നെ മറ്റേ കണ്ണിലും നമുക്ക് എഴുതി കൊടുക്കാം. ഇപ്പോൾ ഈ മോഡേൺ ഡ്രസ്സസിലൊക്കെ ഞാൻ ആദ്യം കാണിച്ച കാഷ്വൽ രീതിയിലും അതിലുള്ള രീതിയിൽ പോലെ തന്നെ നമുക്ക് ജസ്റ്റ് മുകളിൽ മാത്രം എഴുതിയിട്ട് എൻഡും സ്റ്റാർട്ടിങ്ങും മാത്രം ഒന്ന് കുറച്ചൊന്ന് സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ജസ്റ്റ് ഒരു ലൈൻ ഇട്ടിട്ട് പിന്നെ മസ്കാര ഇട്ട് കഴിഞ്ഞാൽ ആ ലുക്കും നല്ല ഭംഗി ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും നമ്മുടെ കണ്ണിന്. നമ്മൾ നടുവിൽ മുതൽ ലാസ്റ്റ് വരെ നല്ല കട്ടിയിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, കണ്ണിൻ്റെയൊക്കെ ഇത് സ്റ്റൈല് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ എടുത്തിട്ട് ജസ്റ്റ് എൻഡിൽ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അത് ബേസിക്കലി നമ്മൾ കണ്ണിൻ്റെ മുകളിലെയും
താഴത്തെയും എൻഡിൻ്റെ ഭാഗം ഐലൈനർ വെച്ചിട്ട് ഒന്ന് ഒരുമിച്ച് ഒരു ആരോ മാതിരി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മളുടെ മോഡേൺ ഡ്രസ്സസിലും എങ്ങനെയാണ് അടിപൊളി സുന്ദരിയായിട്ട് കണ്ണെഴുതി പോകേണ്ടതെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ടൈപ്പ്, ഇത് നമ്മുടെ നാടൻ സാരി ആയാലും കുർത്തയായാലും ധാവണിയൊക്കെ ഉള്ളപ്പോഴും നമ്മൾ ഏത് രീതിയിലാണ് കണ്ണെഴുതുന്നതെന്ന് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിലും ഇതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ജസ്റ്റ് കണ്ണെഴുതുക. ഐ ഷാഡോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മസ്കാര ഇടുക. പിന്നെ നമ്മളിപ്പം രണ്ടാമത്തെ ടൈപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, പകുതി മുതൽ ലാസ്റ്റ് വരെ നമ്മൾ അടിയിൽ കണ്ണെഴുതുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് താഴ്ഭാഗം എഴുതി കൊടുക്കുക. നമ്മൾ മുകളിൽ ഏകദേശം എത്ര കട്ടിക്ക് എഴുതിയിട്ടുണ്ടോ അതേ കട്ടിയിൽ തന്നെ നമ്മൾ താഴെയും കുറച്ച് കട്ടിക്ക് തന്നെ ഐ പെൻസിൽ വെച്ചിട്ട് എഴുതി കൊടുക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ കണ്ണ് ഭയങ്കര ഒരു അട്രാക്ഷൻ വരിക. പ്രത്യേകിച്ച് നമ്മൾ ഈ സാരിയൊക്കെ എടുക്കുന്ന ടൈമിലുണ്ടല്ലോ, നമ്മളുടെ മുഖത്തിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ നമുക്ക് തോന്നുന്നത് കണ്ണിലാണ്. കണ്ണ് ശരിക്കും എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ട്രഡീഷണൽ വെയറിൻ്റെ ലുക്കേ പോവും. പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഈ രീതിയിൽ തന്നെ കണ്ണെഴുതാൻ നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ മുഖത്തുനിന്ന് ആൾക്കാർ കണ്ണ് മാറ്റില്ല, അത്ര ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഇതൊന്ന് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എത്ര മാറ്റമാണ് വന്നേക്കുന്നതെന്ന് കണ്ടില്ലേ. ഇനി നമ്മൾ ട്രഡീഷണലൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ തന്നെ വേണമെങ്കിലും ഈ രീതിയിലും കണ്ണെഴുതിയാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ഇത് ഒന്ന് നീട്ടി എഴുതി നോക്കാം. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ലുക്കിന് ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നും. ജസ്റ്റ് നമ്മൾ ആദ്യം തന്നെ മുകളിലത്തെ ഭാഗത്ത് ഒരേ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ആ ഒരു ലൈൻ മാത്രമേ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് അത് കൂടുതലും കുളമാവുന്നത്. ആ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് താഴ്ഭാഗത്ത് നിന്ന് ആ ലൈൻ ഒന്ന് യോജിപ്പിക്കുക. ഒരു ലൈനോട് ഇട്ടിട്ട് അതൊന്ന് യോജിപ്പിച്ചിട്ട് പിന്നെ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പം നമുക്ക് ഈ നമ്മൾ നീട്ടി എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവുകയില്ല, കണ്ണ് മൊത്തത്തിൽ കുളമാവത്തുമില്ല എഴുതുന്നത്. ഇനി നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റാർട്ടിങ്ങിലും എൻഡിലുള്ള ആ ഭാഗം ഒന്ന് നമ്മൾ ഐലൈനർ വെച്ചിട്ട് തന്നെ ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് നോക്കണം. പിന്നെ എവിടെയെങ്കിലും ഫില്ല് ചെയ്യാൻ മുകളിൽ ബാക്കിയുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ട്രഡീഷണൽ വെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇങ്ങനെ കണ്ണു എഴുതിയിട്ട് നടുവിലൊരു പൊട്ടുകൂടെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? ആ കണ്ണ് എഴുതി കഴിഞ്ഞ് ആ ഒരു പൊട്ടുകൂടെ കുത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി.